ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയുടെ തിയറീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രിൻസിപ്പിളും അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പർഫൈൻ ഇൻട്രാക്ഷൻസ്, കെമിക്കൽ ഷിഫ്റ്റ്, ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ്, സീമാൻ സ്പ്ലിറ്റിംഗ് പോലുള്ള ഹൈപ്പർഫൈൻ ഇൻട്രാക്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: The Mossbauer spectra of some iron complex show 6 lines each. Explain. അപ്പോൾ അത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 6 ലൈൻസ് കാണിക്കാനുള്ള കാരണം എന്താണ്? സീമാൻ സ്പ്ലിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ചില കോംപ്ലക്സുകളിൽ ഇന്റേണലി മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സ്പെക്ട്രം എടുക്കുമ്പോൾ എന്ത് കിട്ടും? 6 ലൈൻസ് കിട്ടും. അത് സീമാൻ സ്പ്ലിറ്റിംഗ് കാരണമാണ്. അതായത് എനർജി ലെവൽസ് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. സോ അതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത്. In addition to quadrupole splitting, the nuclear energy levels can also split by the magnetic field produced by the electron present around the nucleus. In iron, both the ground and excited states will be split. A total of 6 lines are expected. Such splitting of spectral lines are called nuclear Zeeman splitting. In the case of iron, there is an internal magnetic field experienced by the iron nucleus. In the metallic ion, the magnetic field has been calculated to be 3.3 into 10 raised to 5 Gauss. In a compound, when no such internal field exists, a field can be applied externally, which would then cause nuclear Zeeman splittings in its spectra. Okay, so നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Low and high spin complexes can be distinguished by Mossbauer spectroscopy. Explain this statement. സോ എങ്ങനെയാണ് നമുക്ക് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി വെച്ചിട്ട് ലോ ആൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സുകളെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത്? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് Fe2+ എടുക്കാം. ഓക്കെ, Fe2+ എന്ന് പറയുമ്പോൾ D6 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ നമുക്കറിയാം Fe2+ന്റെ കേസിൽ നമ്മൾ T2G EG വരക്കുകയാണ്. ഓക്കെ, T2G EG. ഓക്കെ, T2G EG. അപ്പൊ D6 നമുക്ക് ഹൈ സ്പിൻ ആയിട്ടും അതുപോലെ തന്നെ ലോ സ്പിൻ ആയിട്ടും വരക്കാം. അപ്പൊ ഹൈ സ്പിൻ നമ്മൾ വരക്കുന്ന സമയത്ത് 4, 5, 6 ഇങ്ങനെയാ വരാം. ഓക്കെ, ലോ സ്പിൻ ആവുമ്പോൾ 1, 2, 3, 4, 5, 6. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് സിമെട്രിക്കൽ ആണ്. ഓക്കെ, ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട്. ഈ കേസിലാണെങ്കിൽ ഇലക്ട്രോണിക് സിമെട്രി ഇല്ല. അപ്പൊ നമ്മൾ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ കേസിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല, ആൻഡ് ഈ കേസിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അയൺ 2+ന്റെ കോംപ്ലക്സ് ആണ്. അത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ നോക്കണമെങ്കിൽ അതിൽ എത്ര സിഗ്നൽ ഉണ്ട് നോക്കിയാൽ മതി. ഒറ്റ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഇല്ല എന്നാണ്. ദാറ്റ് ഈസ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. അവിടെ 2 സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ട് എന്നാണ്. ദാറ്റ് ഈസ് ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. നമുക്ക് Fe3+ ഒന്ന് ചെയ്ത് നോക്കാം. Fe3+ എന്ന് പറയുമ്പോൾ D5 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമ്മൾ T2G EG എഴുതി നോക്കുകയാണ്. ഹൈ സ്പിൻ കോംപ്ലക്സിനും ലോ സ്പിൻ കോംപ്ലക്സിനും നമ്മൾ T2G EG എഴുതി നോക്കുകയാണ്. ഓക്കെ, അപ്പൊ ഹൈ സ്പിൻ ആകുമ്പോൾ D5 എന്ന് പറഞ്ഞാല് 4, 5, ലോ സ്പിൻ ആകുമ്പോൾ 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ ഇവിടെ സിമെട്രി ഇല്ല, ഇവിടെ സിമെട്രി ഉണ്ട്. സോ ഈ കേസിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും, 2 സിഗ്നൽ കിട്ടും. ആൻഡ് ഈ കേസിൽ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല, ഒരു സിഗ്നലേ കിട്ടുള്ളൂ. സോ അയൺ 3+ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിഗ്നൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് അയൺ 3+ന്റെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെന്നുള്ളതാണ്. 2 സിഗ്നൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് അത് ലോ സ്പിൻ കോംപ്ലക്സ് ആണെന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. So the nature of the occupancy of the d electron in a metal influence the extent of electric field gradient at the Mossbauer nucleus. For example, iron 2+ ion has 6 d electrons in the outer shell. In a strong octahedral field, its configuration is T2G6. But in weak field, it is T2G4, EG2. Thus, in octahedral ion complexes, the charge distribution around the nucleus is of lower symmetry in the case of weak field. Therefore, quadrupole splittings of weak field complexes are much greater than those of strong field complexes. Therefore, the value of Mossbauer spectra can distinguish between these 2 types of complex of a metal. So next question. Explain the following Mossbauer spectra represented in the figure. Okay, അപ്പോൾ ഈ കേസുകളിൽ നമ്മൾ കോംപ്ലക്സുകൾ കൺസിഡർ ചെയ്യാണ്.
അപ്പൊ ഇവിടെ K4FeCN 6 ടൈംസ് ഉണ്ട്, ഇവിടെ K3FeCN 6 ടൈംസ് ഉണ്ട്. ആൻഡ് സയനൈഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇവിടെ അയോൺ എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, ഇവിടെ അയോൺ എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ അയോൺ +2 ആണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആവുമ്പോൾ ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും, ഒറ്റ സിഗ്നലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആൻഡ് അയൺ +3 ആണെങ്കിൽ ലോ സ്പിൻ കോംപ്ലക്സിൽ 2 സിഗ്നൽ ഉണ്ടാവും, അതായത് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഓക്കെ, അയൺ +2 നമുക്ക് ഒറ്റ സിഗ്നലേ കിട്ടുള്ളൂ. ഓക്കെ, സി കറക്റ്റ് ആണ്, നമുക്ക് ഒറ്റ സിഗ്നലേ കിട്ടിയിട്ടുള്ളൂ. കാരണം ഇവിടെ ലിഗാൻഡ് സിമെട്രിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിമെട്രിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഒറ്റ സിഗ്നലേ കിട്ടുള്ളൂ, അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. കാരണം അയോൺ 3+ ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് T2G5 ആണ് വരിക. ഓക്കെ, ലോ സ്പിൻ എന്ന് പറഞ്ഞാൽ T2G5 എന്നാണ് വരിക, അവിടെ സിമെട്രിക്കൽ അല്ല. ഓക്കെ, ഇലക്ട്രോണിക് സിമെട്രി ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. സിമിലർലി നമുക്ക് FeSO4ന്റെയും അതുപോലെ തന്നെ FeCl3ന്റെയും നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ FeSO4 എന്ന് പറയുന്ന അയൺ +2 സ്റ്റേറ്റിലാണ്, അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ Fe+3യിലാണ്, അവിടെയും ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ട്. പക്ഷെ വാല്യൂ കുറവാൻ കാരണം അവിടെ ലിഗാൻഡ് സിമെട്രി ഉണ്ട്, അവിടെ ഇലക്ട്രോണിക് സിമെട്രി ആണ് ഇല്ലാത്തത്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ K3FeCN6ന്റെ പീക്കിന്റെ സ്പ്ലിറ്റിംഗ്, ദാറ്റ് ഈസ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വാല്യൂ കുറവായിരിക്കും. ഓക്കെ, സിമിലർലി FeCl3ക്ക് സിംഗിൾ പീക്ക് ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Explain why the Mossbauer spectrum of FeCN 6 times 4- show a single resonance absorption, but that of FeCN 5 times NH3 3- shows a pair of resonance. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇവിടെ അയൺ +2ലാണ് ആൻഡ് CN- എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന കോംപ്ലക്സ് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. Fe2+ ലോ സ്പിൻ കോംപ്ലക്സിൽ ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട്, അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് സിംഗിൾ റെസൊണൻസ് അബ്സോർപ്ഷൻ ആയിരിക്കും തരിക. നേരെ മറിച്ച് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ എന്തില്ല, ലിഗാൻഡ് സിമെട്രി ഇല്ല, അതുപോലെ തന്നെ ഇലക്ട്രോണിക് സിമെട്രിയും ഇല്ല. സോ അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് 2 സിഗ്നൽ കിട്ടും. Okay, in FeCN 6 times 4- 6 ligands are equivalent and therefore there is no electric field gradient at the nucleus. However, in FeCN 5 times NH3 3- the 6 ligands are not identical. This produces an electric field gradient at the nucleus and hence a quadrupole splitting of the spectrum. The next question ആണ്, explain the Mossbauer spectra represented in the figure. നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ സ്പെക്ട്ര ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഇവിടെ സിംഗിൾ ലൈൻ എന്തുകൊണ്ട് കിട്ടുന്നു, ഇവിടെ ഡബിൾ പീക്ക് എന്തുകൊണ്ട് കിട്ടുന്നു. Okay, the electric field around the ion nucleus is symmetrical, therefore there is no net field gradient at the ion nucleus. When one of the Cn- ligand is replaced by NO group, the symmetrical electric field is lost. The NO produces an internal field. Then electric field splits the spectrum. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ ഒരു കേസിൽ സിംഗിൾ റെസൊണൻസേ ഉള്ളൂ, ഈ കേസിൽ ഡബിൾ റെസൊണൻസ് ഉണ്ട്, കാരണം ഇവിടെ സിമെട്രി ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which of the two cis ion FeCO4 times Cl2 or trans ion CO4 times Cl2 would have the larger quadrupole splitting of ion? അപ്പൊ ഇതിൽ ഏത് കേസിലാണ് ലാർജർ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം, സിസ് എന്ന് പറയുമ്പോൾ അയോൺ, ഓക്കെ, Cl then CO ഇതാണ് സിസ് എന്ന് പറഞ്ഞാല്. ട്രാൻസ് എന്ന് പറയുമ്പോൾ അയോൺ Cl CO. അപ്പൊ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനാണ് സിമെട്രി ഉള്ളത്. ഓക്കെ, അപ്പൊ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും, കാരണം എല്ലാ ലിഗാൻഡ്സും സെയിം അല്ല. അപ്പൊ ഇവിടെ കുറച്ചും കൂടെ സിമെട്രി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ട്രാൻസിനാണ്. അപ്പൊ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വാല്യൂ കുറവ് ട്രാൻസിനും കൂടുതൽ സിസിനും ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലാർജർ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആർക്കാണെന്നാണ്, അത് സിസ് ഐസോമറിനായിരിക്കും. Okay, both cis and trans geometries involve asymmetric electron arrangement at the ion nucleus. The electronegative character of Cl ligand is expected to make FeCl bonds polar and consequently introduce asymmetry in the electron cloud around the ion nucleus.
both the isomers should show quadrupole splitting in the spectrum. Such an electron cloud asymmetry is more in cis isomer than in trans isomer, and therefore the quadrupole splitting should be more in cis isomer than in the trans isomer. The next question, ഇങ്ങനെ ഒരു മോസ്ബോർ സ്പെക്ട്ര ഉണ്ട്. Fe3CO12 ടൈംസിന്റെ മോസ്ബോർ സ്പെക്ട്ര ആണ്. അപ്പൊ ഇതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അയൺ കാർബണൈലിന്റെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റർപ്രിറ്റ് ദ ഫോളോയിങ് മോസ്ബോർ സ്പെക്ട്രം. അപ്പൊ ഇവിടെ Fe3CO12 ടൈംസ് എന്ന് പറയുന്ന കോംപ്ലക്സിന്റെ മോസ്ബോർ സ്പെക്ട്രം ആണ് തന്നിട്ടുള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണം. സോ ഇതാണ് ഈ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഈ രണ്ട് അയോണും ഐഡന്റിക്കൽ ആണ്. ഓക്കെ, രണ്ട് അയോണും ഐഡന്റിക്കൽ ആണ്. അവിടെ ബ്രിഡ്ജിങ് ആയിട്ട് രണ്ട് കാർബണൈൽ വരുന്നുണ്ട്. ദെൻ 3 ടെർമിനൽ കാർബണൈൽസ് ഉണ്ട്. പക്ഷെ ഈ അയോണിനെ കൺസിഡർ ചെയ്താൽ ഇവിടെ 4 ടെർമിനൽ കാർബണൈൽസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ബ്രിഡ്ജിങ് ഒന്നും ഇല്ല. അപ്പൊ ഈ രണ്ട് അയോണിന്റെ എൻവയോൺമെന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എൻവയോൺമെന്റിലാണ് ബി സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഇവിടെ ബിയിൽ ഒരു സിമെട്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ബിയിൽ രണ്ട് സൈഡിലും അയോണിന്റെ ഒരു സിമെട്രിക്കൽ എൻവയോൺമെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ബോണ്ടും ഈ ഒരു ബോണ്ടും ഐഡന്റിക്കൽ അല്ല. ഓക്കെ, ഇത് രണ്ടും എന്താണ്, ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് അയോണിന്റെ കേസിൽ ഒരു സിമെട്രി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു അയോണിന്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, ഒരു സിമെട്രി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ അയോണിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ചെറിയൊരു സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ്, കമ്പാരിറ്റീവ്ലി ചെറിയൊരു സിമെട്രി ഉണ്ടായതുകൊണ്ട് തന്നെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് വാല്യൂ ഇവിടെ കുറവായിരിക്കും. സോ ഇവിടെ ഈ ഇന്നറിലുള്ള ഈ സ്മോൾ പീക്ക് കാണിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന അയോണിനെയാണ്. ഇനി ഈ രണ്ട് അയോണും ഐഡന്റിക്കൽ ആണ്. ആൻഡ് അവർക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സിമെട്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ലാർജ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു വലിയ പീക്ക് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് അയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. ഈ സ്മോൾ പീക്ക് എന്ന് പറയുന്നത് ബി അയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതും ഈ ലാർജ് പീക്ക് എന്ന് പറയുന്നത് എ അയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതുമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റിഫൈ ദ ഫോളോയിങ് മോസ്ബോർ ഡാറ്റ. ജസ്റ്റിഫൈ ദ ഫോളോയിങ് മോസ്ബോർ ഡാറ്റ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ രണ്ട് കോംപ്ലക്സുകൾ നമ്മൾ ഫസ്റ്റ് കമ്പയർ ചെയ്യാം. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ NH3 ആണ്, ഇവിടെ NO ആണ്. അപ്പൊ നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ബാക്ക് ബോണ്ടിങ് കൂടുതലുള്ളത് NOക്കാണ്. ഓക്കെ, NH3ക്ക് ബാക്ക് ബോണ്ടിങ് വളരെ കുറവാണ്. NOക്ക് സിഗ്നിഫിക്കന്റ് ബാക്ക് ബോണ്ടിങ് എബിലിറ്റി ഉണ്ട്. അപ്പോൾ മെറ്റലിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ലിഗാൻഡിലേക്ക്, ദാറ്റ് ഇസ് NOയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മൾ ബാക്ക് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ മെറ്റലിൽ നിന്ന് ലിഗാൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാ. അപ്പൊ മെറ്റലിൽ നിന്ന് ലിഗാൻഡിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയന്റ് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സിമെട്രി വരുന്നില്ല. അപ്പൊ നമുക്കറിയാം അങ്ങനത്തെ കേസുകളിൽ അവിടെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വാല്യൂ കമ്പയർ ചെയ്താൽ തന്നെ മനസ്സിലാവും, ഇവിടെ NO വരുന്ന കോംപ്ലക്സിനാണ് ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് കൂടുതലായിട്ടുള്ളത്. കാരണം ഇവിടെ ഇലക്ട്രോൺസ് ലിഗാൻഡിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയന്റ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ലാർജർ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. സോ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. The electric field at the nucleus is not spherical and therefore quadrupole splitting occurs in their spectra. These quadrupole splittings are roughly related to the difference in the d orbital population. So in B, there is an extensive pi back bonding between the odd electrons in the T2g set of the orbitals of ion and the odd electrons on nitrogen. More the pi electron density is localized on nitrogen because of this pi bonding. In this situation, the electric field gradient at the ion nucleus is very large and therefore quadrupole splitting in the metal complex is large. Essentially, the large quadrupole splitting is the result of the very extensive pi bonding. And in ion in FeCl2 has D6 configuration and d orbitals are degenerate and have asymmetric electron distribution. This is expected to produce a large electric field gradient at the ion nucleus and hence it results in a very large quadrupole splitting. So ഇവിടെ അയൺ പെന്റാകാർബണൈലിന്റെ മോസ്ബോർ സ്പെക്ട്രം ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഇന്റർപ്രിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അയൺ പെന്റാകാർബണൈൽ എന്ന് പറഞ്ഞാൽ ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രി ആയിരിക്കും. ആൻഡ് നമുക്കറിയാം ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും സിമിലർ അല്ല.
ഓക്കെ, ഇതിലെന്തില്ല, സിമെട്രി ഇല്ല. ട്രിഗണൽ ബൈപ്രിമൽ ജോമെട്രിക്ക് സിമെട്രി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല, സിമെട്രി ഇല്ലാത്തത് കൊണ്ട് ക്വാഡ്രപോൾ സ്പ്ലിറ്റിംഗ് ഉണ്ടായിരിക്കും. സോ നമുക്ക് 2 സിഗ്നൽ വരും. So the spectrum consists of a doublet indicate the existence of a field gradient. So the excited energy state of ion nucleus must obviously split by the field gradient. This is expected of an asymmetric trigonal bipyramidal geometry, as in ion pentacarbonate. So next question എന്ന് പറയുന്നത്, ഇവിടെ ഒരു കോംപ്ലക്സ് തന്നിട്ടുണ്ട്, അവിടെ L എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിഗാൻഡിനെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഐസോമർ ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ മാറരുത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഐസോമർ ഷിഫ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് അയോൺ കോംപ്ലക്സ് ആണ്. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അയോൺ കോംപ്ലക്സിൽ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എസ് ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഓർഡറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ബാക്ക് ബോണ്ടിങ് ഓർഡർ ആണ്. പൈ ബാക്ക് ബോണ്ടിങ് എബിലിറ്റി, പൈ അക്സെപ്റ്റൻസ് എബിലിറ്റി, പൈ അക്സെപ്റ്റൻസ് എബിലിറ്റി ആണ് കാണിക്കുന്നത്. പൈ അക്സെപ്റ്റൻസ് എബിലിറ്റി, ദാറ്റ് ഈസ് മെറ്റലിലെ എക്സസ് ഇലക്ട്രോൺസ് അതിന്റെ ഓർബിറ്റലിലേക്ക് മേടിച്ചു വെക്കാനുള്ള എബിലിറ്റിനെ കാണിക്കുന്ന ഓർഡർ ആണ്. സോ CO എന്ന് പറയുന്നത് നല്ലൊരു പൈ അക്സെപ്റ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ, ഇവിടെ CO ആണ് ലിഗാൻഡ് എന്നുണ്ടെങ്കിൽ ഡി ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ COയിലേക്ക് ബാക്ക് ഡൊണേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഡി ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയും. സോ ഡി ഇലക്ട്രോൺസിന്റെ എണ്ണം കുറഞ്ഞാൽ നമ്മുടെ ഐസോമർ ഷിഫ്റ്റ് വാല്യൂ എന്ത് ചെയ്യും, കുറയും. കാരണം ഐസോമർ ഷിഫ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എസ് ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഡി ഇലക്ട്രോൺസ് കുറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇലക്ട്രോണിന് ഷീൽഡ് ഇല്ല. ദാറ്റ് ഈസ് എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി അറ്റ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്ത് ചെയ്യും, കുറയും. സോ അതുകൊണ്ട് ഈ ഓർഡർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, due to the decreasing S electron density experienced by the ion nucleus, the back donation of d electrons to the ligand reduces the shielding of S electrons from the ion nucleus. Okay, back donation കാരണം എന്ത് ചെയ്യുന്നു, ഡി ഇലക്ട്രോൺസ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഷീൽഡിംഗ് ഓഫ് S ഇലക്ട്രോൺ കുറവായിരിക്കും. സോ the back donation increases from ammonia to CO complex and hence the shielding decreases. This leads to decreasing isomer shift. So last question ആണ്. So rationalize the following Mossbauer spectra. അപ്പൊ ഇവിടെ ഒരു മോസ്ബോർ സ്പെക്ട്ര ഡാറ്റ, അവിടെ ഐസോമർ ഷിഫ്റ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അയൺ കോംപ്ലക്സ് ആയിരുന്നു, ഇവിടെ ടിന്നിന്റെ കോംപ്ലക്സ് ആണ്. അപ്പൊ ടിന്നിന്റെ കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം ഐസോമർ ഷിഫ്റ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഐസോമർ ഷിഫ്റ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ET4 ടൈംസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാം സെയിം ആണ്. ആ ലിഗാൻഡ് എല്ലാം സെയിം ആണ്. അതുപോലെ തന്നെ BR എന്ന് പറയുന്നത് BR4 ബ്രോമിനും സെയിം ആണ്. ഇവിടെ മാറി വരുന്നതാണ് ഹാലോജൻ ആണ്. ഇവിടെ F2, ഇവിടെ Cl2, ഇവിടെ BR2, ഇവിടെ I2. ഓക്കെ, ഹാലോജൻസ് ആണ് മാറുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ അയോണിന് നന്നായിട്ട് ഇലക്ട്രോൺസിന് അതിന്റെ അടുത്തേക്ക് വലിക്കാനുള്ള, ഫ്ലൂറിന് ഇലക്ട്രോൺസിന് നന്നായിട്ട് അതിനോട് അടുത്തേക്ക് വലിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഫ്ലൂറിന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ടിന്നിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ത് ചെയ്യും, കുറയും. അപ്പൊ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറഞ്ഞാൽ ഐസോമർ ഷിഫ്റ്റ് വാല്യൂ കുറയും. സോ ഇവിടെ ഫ്ലൂറിൻ വരുന്ന കേസിലാണ് ഐസോമർ ഷിഫ്റ്റ് വാല്യൂ ഏറ്റവും കുറവ്. ആൻഡ് അയോഡിൻ വരുന്ന കേസിലാണ് ഐസോമർ ഷിഫ്റ്റ് വാല്യൂ ഏറ്റവും കൂടുതൽ. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.